കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഒരു ബ്ലഷായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ളോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ഫെസ്റ്റിവൽ ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇനി അങ്ങോട്ടൊരു മാർച്ച് ഏപ്രിൽ വരെ ഭയങ്കര ഫെസ്റ്റിവൽ സീസണാണ്. അതേപോലെ കുറേ ഒക്കേഷൻസ് ഒക്കെ വരാൻ പോവുകയാണ്. മാരേജ് ടൈമാണ്. കുറേ ഇങ്ങനെ നമ്മൾ കുറേ ഗസ്റ്റായിട്ടൊക്കെ പോകാൻ നിൽക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്ക് നമുക്ക് കണ്ടാലോ. അതായത് ഒരു 1000 റുപ്പീസിനുണ്ടെങ്കിൽ ആ ഒരു 1000 റുപ്പീസിനുള്ളിൽ നമുക്കൊരു കംപ്ലീറ്റ് മേക്കപ്പ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. എന്നാൽ നമുക്കൊരു ഒക്കേഷനൊക്കെ പോകുമ്പം നല്ല രീതിയിൽ ഒന്ന് പോകാൻ പറ്റിയ ഒരു ഓപ്ഷൻസ് ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ ലിപ്സ്റ്റിക്ക് തന്നെ ന്യൂഡായിട്ടുള്ളത് കൊണ്ട് കുറച്ച് കട്ടി ആയിട്ടുള്ള, അതായത് ഇത്തിരി കടുത്ത കളേഴ്സ് ലിപ്സ്റ്റിക്ക് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു 1000 റുപ്പീസിനുള്ളിലുള്ള ഒരു ഫുള്ളായിട്ടുള്ള ഒരു മേക്കപ്പ് ആണെന്ന്. അപ്പം നമുക്ക് ആദ്യമായിട്ട് അതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഈ ഉള്ള പാടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കണ്ണിനടിയിൽ കറുപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു കൺസീലറൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഈ ഒരു കൺസീലർ പാലറ്റ് ആണ്. ഇത് എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ. ഞാൻ ഈ പ്രോഡക്ട്സ് എല്ലാം ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ പ്രോഡക്ട്സും ഞാൻ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് റേറ്റ് കുറവാണ്, അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കുറവാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇത്രയും റേറ്റ് കുറവാണെങ്കിലും എന്താ പറയുക, അത്രയും നല്ല പ്രോഡക്ട്സുകളാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അത്രയും എഫക്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ റേറ്റ് കുറവായതുകൊണ്ട് സംഭവം അത്ര അടിപൊളി ആയിരിക്കില്ല എന്ന് വിചാരിക്കുക. അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു കൺസീലറാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് കാണാവേ. അപ്പം ഞാൻ ഇത്തിരി കുറച്ച് അടുത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കൺസീൽ ചെയ്യാം. എനിക്കിവിടെ കണ്ണിനടിയിൽ അത്ര കറുപ്പില്ല, പക്ഷെ നിങ്ങൾക്ക് കണ്ണിനടിയിൽ കറുപ്പുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഓറഞ്ച് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുക്കുക. നമുക്ക് എല്ലാത്തിനും കൈ തന്നെ മതി കേട്ടോ. നമ്മൾ ഇനി അല്ലാതെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇത് എൻ്റെ കണ്ണിൻ്റെ മേലിലുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ ഒന്ന് തേച്ച് വെക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓറഞ്ചിൻ്റെ കളർ കറക്റ്ററാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കൺസീൽ ചെയ്യണം. കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് 2 കണ്ണിലും. ഇനി അടുത്ത് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാലറ്റിൽ ഏത് കളറാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എനിക്ക് കുറച്ച് ആക്നെ മാർക്സ് ഉണ്ട്. അപ്പോൾ അത് കളയാനായിട്ട് ഞാൻ ഈ ഗ്രീൻ കളറാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ റെഡ്നെസ് ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്രീൻ കളറൊക്കെ യൂസ് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഈ കളർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാനിവിടെ ഒന്നും കൂടെ പറയാണ്, ഇവിടെ ഒരു ഓറഞ്ച് കളറാണ് കൊടുത്തത് കളർ കറക്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു മാർക്സ് പോകാനായിട്ട് ഞാൻ ഇതിൽ ഗ്രീനും പർപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണമല്ലോ, കാരണം അൺഈവൻ ആയിട്ട് ഇരിക്കുകയാണ്. അതിനായിട്ട് നമുക്കിനി ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കളർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട ഫൗണ്ടേഷൻ ഞാൻ എടുത്തേക്കുന്നത് മേബിലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണ്. ഇത് ഒരു 180-170 റുപ്പീസിനുള്ളിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമുക്കിനി ഇത് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. എല്ലാത്തിനും കൈ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ. ഞാൻ അങ്ങനെ ഒരുപാട് ഫൗണ്ടേഷൻ ഇടുന്ന ഒരാളല്ല, അതുകൊണ്ട് വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ ഫൗണ്ടേഷൻ ഇടുന്നത്. എനിക്കൊരു ടിൻറ്റ് പോലെ കിടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതേ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കൊന്ന് ഐ ഷാഡോ ചെയ്യണമല്ലോ. അപ്പോൾ ഐ ഷാഡോയ്ക്കും ബ്ലഷിനും കൂടെ ആയിട്ട് ഞാൻ ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത്. അത് ഇൻസൈറ്റിൻ്റെ ടിൻറ്റാണ് കേട്ടോ. ഇത് മൾബറി സ്ക്വാഷ് എന്ന് പറയുന്ന ഒരു ടിൻറ്റാണ്. ഇത് ഒരു 100 റുപ്പീസിനുള്ളിലേ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി യൂസ് ചെയ്യാവേ.
അപ്പോൾ ദേ കണ്ടില്ലേ, ഞാൻ ഇത് തന്നെയാണ് ഇടുന്നത്. ഞാനങ്ങനെ വേറെ ഒന്നും ഇടുന്നില്ല. ഇനി നമുക്ക് ഇത് തന്നെ നമുക്കൊന്ന് ബ്ലഷ് ആയിട്ടും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ബ്ലഷ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളങ്ങനെ ഒരുപാട് വലിച്ചു വാരി ഇടുന്ന ഒരാളല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ദേ കണ്ടില്ലേ, ഒരു ബ്ലഷ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഒത്തിരി അങ്ങോട്ട് ക്യാഷ് കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും വേണമെന്നില്ല ഈ ഒരു സംഭവത്തിനായിട്ട്. വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, അപ്പോൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട്, നമ്മൾ ഐ ഷാഡോ നമ്മുടെ കഴിഞ്ഞിട്ടോ. നമുക്കിത് ലിപ് ടിൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷേ ഞാനിവിടെ വേറെ ഓപ്ഷൻസ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബ്ലഷും കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഐ ഷാഡോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊന്ന് കണ്ണെഴുതണമല്ലോ. കണ്ണെഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഇത് ഫേസസ് കാനഡയുടെ മാഗ്നറ്റിക് ഐസ് എന്ന് പറയുന്ന ഒരു കാജലാണ് കേട്ടോ. അടിപൊളി കാജലാണ്. ഇതൊരു 120 റുപ്പീസിനൊക്കെ നമുക്ക് ഇതിൽ ഓഫറിൽ എപ്പോഴും അവൈലബിൾ ആണ്. ഭയങ്കര ബ്ലാക്ക് കളറാണ് കേട്ടോ. അത്ര സ്മഡ്ജ് ആവത്തൂല, സ്മഡ്ജ് പ്രൂഫാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ എഴുതി കാണിക്കാം. ഞാൻ ലൈറ്റായിട്ട് എഴുതുന്നുള്ളൂ കേട്ടോ, കാരണം ഇപ്പം അങ്ങനെ ഭയങ്കര അങ്ങ് ഹെവി ആയിട്ട് കാർഡിൽ എഴുതുന്നത് അത്ര ട്രെൻഡ് അല്ല. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ടൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത് ഈ 2 കണ്ണും എഴുതിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഐലൈനറായിട്ട് യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ഐലൈനറായിട്ട് എഴുതുന്നില്ല കേട്ടോ. ഇപ്പം അതത്ര ട്രെൻഡ് അല്ല ഐലൈനറായിട്ട് എഴുതുന്നത്. അപ്പം ഞാൻ കണ്ണെഴുതിയിട്ടുള്ളൂ കേട്ടോ. അതേ കണ്ടില്ലേ, ഭയങ്കര ഒരു ജെറ്റ് കളറാണ് കേട്ടോ. ഭയങ്കര നല്ലതാണ്. ഇതെന്തായാലും നിങ്ങൾ വാങ്ങിയിരിക്കണം കേട്ടോ, കാരണം നിങ്ങളൊരു കരിമഷി ലവർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് എന്താ, നമുക്ക് നമ്മുടെ പിറവം ഒന്ന് സെറ്റ് ചെയ്യണം. ഞാനങ്ങനെ ത്രെഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ്ലെസ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് അതിനെ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ ഡാസ്ലറിൻ്റെ നമ്മുടെ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് വളരെ തിന്നായിട്ട് എഴുതി കൊടുത്താൽ മതി. ഇത് വെറും ഒരു 25-30 രൂപയ്ക്ക് നമ്മുടെ ലോക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ദേ ജസ്റ്റ് ഞാനൊന്ന് കറുപ്പിക്കുന്നതേ ഉള്ളൂ. ഞാനങ്ങനെ വലുതായിട്ട് അങ്ങനെ പിരിവ് എഴുതാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്കങ്ങനെ പിരിവം അത്ര എഴുതുന്ന ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ 2 പിരിവും ദേ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് അങ്ങോട്ട് എഴുതുന്നില്ല, എൻ്റെ ഓൾറെഡി ഒരു ബ്ലാക്ക് കളർ ഉണ്ട്. പിന്നെ അവിടെ ഇവിടേക്ക് നന്നായിട്ട് പൊഴിയുന്നുണ്ട്, കാരണം അത് PCOD ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആയതേ ഉള്ളൂ. ഞാൻ അങ്ങനെ തിക്കായിട്ട് എഴുതുന്ന ഒരാളല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പിരിവ് എഴുത്തും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് മസ്കാര ഇടുകയാണ്, കാരണം നമ്മൾ ഐലൈനർ എഴുതുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ട് മസ്കാര ഇടുക. ഏതാന്ന് പറഞ്ഞില്ലല്ലേ, ഇത് മാസിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഈ അഫോർഡബിൾ റേഞ്ചിൽ ഇത്രയും നല്ലൊരു മസ്കാര വേറെ ഇല്ല. ഇതിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു ഘട്ടമെങ്കിലും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയും നല്ലതായിട്ടുള്ള സംഭവങ്ങളാണ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് മസ്കാര ഒന്ന് എഴുതി കൊടുക്കാം. ഇത് മാസിൻ്റെ ആണ് കേട്ടോ. നല്ല സംഭവമാണ് കേട്ടോ, ഭയങ്കര തിക്കായിട്ട്, എന്നാൽ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തരത്തുമില്ല കേട്ടോ. അപ്പം നമുക്ക് മസ്കാര എഴുതാവേ. അപ്പം ഇത് എഴുതുകയാണ് കേട്ടോ. എനിക്ക് പിരിവം നല്ല രീതിയിൽ പൊഴിയുന്നുണ്ട് കേട്ടോ, പിരിവും കണ്ണും ഒക്കെ. നിങ്ങൾക്ക് പല ആക്ഷൻസും ഇപ്പോൾ കാണാൻ പറ്റുമേ. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഞാൻ ഈ മസ്കാര എഴുതുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കാണുന്നില്ല. ഞാൻ ഒന്ന് എഴുതിയിട്ട് കാണിക്കാം. അതേ കണ്ടില്ലേ, ഓക്കെ കണ്ടോ, ഭയങ്കര ലെങ്ത്ത് വെച്ചുണ്ടോ. ഇവിടെ ഇത്തിരി പറ്റിയല്ലേ, ഭയങ്കര ലെങ്ത്ത് വെച്ചാണോ. ഞാൻ താഴെ എഴുതിയിട്ടില്ല കേട്ടോ, മേളിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ദേ ഞാൻ അടുത്ത് കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ മസ്കാര ഞാൻ താഴെ മാത്രമേ എഴുതുന്നില്ല. താഴെ ഞാൻ കാഴ്ചയിലിട്ടുകൊണ്ട് മസ്കാര എഴുതുന്നില്ല, മേളിൽ മാത്രമേ മസ്കാര കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മസ്കാര നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ. അത് ഈ ഇൻസൈറ്റിൻ്റെ തന്നെയാണ്. ഇതും വെറും 100 റുപ്പീസിനുള്ളിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങനെ എടുക്കാം. നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടേക്കാണ് ഇങ്ങനെ തേക്കുക. കൂടുതൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ നിൽക്കില്ല, കാരണം എനിക്ക് ഓപ്പൺ ബോസ് ഉണ്ട് കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയിടാം. ഞാൻ കൂടുതലും അങ്ങനെ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ,
അപ്പം ഞാൻ ഇത്രയും ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിപ്സ്റ്റിക്കിന് ഞാനൊരു 3 ഓപ്ഷൻ തരാൻ. ഒന്നാമത്തത് ഒരു റെഡ് കളർ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നമുക്ക് ഒന്നെങ്കിൽ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക് ഇടാം, ഇനി അതല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക് ഉണ്ട്, ഇനി അതല്ലെങ്കിൽ ഒരു ന്യൂ ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. ഈ റെഡ് കളറും ഇതും എല്ലാം ഒരു 100 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ, ബ്ലൂ ഹെവൻ എന്നേ വരുന്നുള്ളൂ കേട്ടോ. ഇത് 95 റുപ്പീസേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാത്രമല്ല ഞാൻ പ്രോഡക്റ്റ് എല്ലാം ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്ന ഒരു റെഡ് കളറാണ് കേട്ടോ. കാരണം ഭയങ്കര മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ആയിട്ട് നമുക്ക് ഈ ഒരു റെഡ് കളർ ഭയങ്കരമായിട്ട് ഇതിൽ സ്യൂട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഏത് ഷെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ. ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്താൽ നിങ്ങൾ കണ്ടല്ലോ, ഇൻസൈറ്റിൻ്റെ ഒരു റെഡ് കളർ ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റായിട്ട് മതിയെങ്കിൽ ബ്രൗൺ കളർ ഷെയ്ഡോ, ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ചീറ്റിൻ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ 2-3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ ഈ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര മിനിമലായിട്ട് ചെയ്തൊരു ലുക്കാണ് കേട്ടോ. മാത്രമല്ല നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലിപ്സ്റ്റിക്ക് ഇത്രയും ഡാർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള 2 ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാ പ്രോഡക്ട്സും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഷെയ്ഡ്സും എല്ലാം അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി വാങ്ങിയാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു 1000 റുപ്പീസിനുള്ളിൽ എല്ലാം ഇൻക്ലൂഡ് ആവുന്ന ഒരു മേക്കപ്പ് ലുക്കിൽ അതും ബെസ്റ്റ് പ്രോഡക്ട്സ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഇനി അങ്ങോട്ട് സീസൺസും കാര്യങ്ങളും ഒക്കെ ഇനി കുറേ ഫംഗ്ഷൻസും കാര്യങ്ങളും വരുന്നതാണല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഗൈഡിങ് തന്നതെന്ന് മാത്രമേ ഉള്ളൂ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ടുള്ളത്. അതേ പുറത്ത് നിൽക്കുമ്പോൾ ഈ ഒരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ പുറത്ത് നിന്നിട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും ഓവറായിട്ടില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ. അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കണം, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും അഫോർഡബിൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.